UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് CMP എന്നത്. ഒരുപക്ഷെ അംഗബലം കൊണ്ട് CMP അത്ര ശക്തരല്ല എങ്കിൽ പോലും ഒരു ഇടതു പാർട്ടിയാണ് CMP എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള CMP ഇടതുമുന്നണിയുടെ ഭാഗമാകാതെ വലതുപക്ഷത്തോട് ഒപ്പം നിൽക്കുമ്പോൾ അതാണ് VD സതീശനും ഇടയ്ക്കൊക്കെ സൂചിപ്പിക്കാറുള്ളത്, ഞങ്ങളാണ് ശരിയായ ഇടതുപക്ഷം എന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റിനൊക്കെ കൂടുതൽ ബലം പകരുമ്പോൾ CMP ഒപ്പം ഉണ്ടാകേണ്ടത് UDF-ന്റെയും കോൺഗ്രസിന്റെയും ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനും CMP-യെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകുമ്പോൾ ഇതാ 2 സീറ്റുകൾ ആണ് CMP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. അത് ഏതൊക്കെ എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രത്യേകത ഇത്തവണ നമുക്കറിയാം, വിവാദമായി നിൽക്കുന്ന മണ്ഡലം ആണ് തിരുവനന്തപുരം മണ്ഡലം എന്നത്. അവിടെ എന്തുകൊണ്ട് വിവാദമായി എന്നാൽ തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ MLA തൊണ്ടിമുതൽ കേസിൽ പ്രതിയാകുന്ന ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ തിരുവനന്തപുരത്തിന് നിലവിൽ ഒരു MLA ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവിടേക്കാണ് തിരുവനന്തപുരത്തിന്റെ സാധ്യതകൾ UDF-ന് തുറന്നിടുന്നത്. ആ സാധ്യതയെ പ്രയോജനപ്പെടുത്താൻ അവസരം നൽകണമെന്ന് ഇപ്പോൾ CMP ആവശ്യപ്പെടുന്നു. അങ്ങനെ തിരുവനന്തപുരം സീറ്റ് വേണം എന്ന് CMP ആവശ്യപ്പെടുകയാണ്. തിരുവനന്തപുരത്ത് സീറ്റ് വേണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖം ആയിട്ടുള്ള CP ജോണിനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം, CP ജോണിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുക എന്നതാണ് ഈ CMP-യുടെ നീക്കം. ഈ ആവശ്യം ഇപ്പോൾ CMP ശക്തമായി തന്നെ ഉന്നയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരം സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു വാദം ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് CMP. ഇത് പാർട്ടി തന്നെ ഔദ്യോഗികമായി തന്നെ UDF-നെ അറിയിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും അറിയിച്ചിട്ടുണ്ട്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ CMP-ക്ക് അവിടെ സീറ്റ് നൽകുമ്പോൾ ഒരു വിഭാഗത്തിന് എതിർപ്പുണ്ട് എന്നതാണ്. അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ ഉള്ള സ്ഥാനാർത്ഥി തന്നെയാണ് തിരുവനന്തപുരത്ത് മത്സരിക്കേണ്ടത് എന്ന ആവശ്യം ആണ് കോൺഗ്രസിലെ ഒരു വിഭാഗം മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ വിജയിച്ചു കയറുക എന്നത് എളുപ്പമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ CP ജോണിന് പാർട്ടിക്കുള്ളിൽ നിന്ന് പിന്തുണയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ CP ജോണിനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് CP ജോണിനെ കുറിച്ച് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ CP ജോണിനെ ഭാഗ്യം തുണയ്ക്കാറില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒക്കെ ഒരു ഭൗതിക തലത്തിൽ നിന്നുകൊണ്ട് വിഷയങ്ങളെയൊക്കെ നോക്കിക്കാണുകയും അങ്ങനെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാവാണ് CP ജോൺ. അതുകൊണ്ട് തന്നെ ഒരു ഇടത് ചിന്താഗതിയുള്ള CP ജോൺ UDF-നോടൊപ്പം നിൽക്കുമ്പോൾ ഒരു MLA എന്ന നിലയിലേക്ക്, അതും UDF കോട്ടയിൽ സീറ്റ് നൽകിക്കൊണ്ട് നിയമസഭയിലേക്ക് എത്തിക്കുക എന്നത് കോൺഗ്രസിന്റെ ഒരു ആഗ്രഹം തന്നെയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, CP ജോൺ ആണ് CMP-യുടെ ഒരു മുഖം എന്നത്. CP ജോണിന് പക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ ശോഭിക്കാൻ കഴിയാറുമില്ല, എന്നാൽ UDF-ന്റെ ഒരു പ്രധാന മുഖമായി നിൽക്കുന്നുമുണ്ട്. തിരുവനന്തപുരം മണ്ഡലം, ആ മണ്ഡലം ഇത്തവണ